BSc Perfusion Technology പഠിച്ചു കഴിഞ്ഞ ജോലി സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോക്കകത്തോട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് BSc Perfusion Technology പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത എത്രത്തോളം ഉണ്ട്, എന്താണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്തോടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനെല്ലാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം നൽകാനായിട്ട് പോകുന്നത് പെർഫ്യൂഷനിസ്റ്റ് ആയ സന്ദീപ് സാറാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഹലോ സാർ, നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് എന്താണ്, അതിന്റെ സ്കോപ്പ് ഓപ്പർച്യൂണിറ്റി എന്താണ്, ജോബ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്, എന്താണ് ഈ ഒരു കോഴ്സ്, ഫസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഹായ് സുധി, എന്റെ പേര് സന്ദീപ് ജോസ്കെ. ഞാൻ പെർഫ്യൂഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എനിക്കൊരു 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കേരളത്തിൽ തന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സെന്ററിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷവും 6 മാസം കമ്പൽസറി ഇന്റേൺഷിപ്പാണ് ഞാൻ പഠിച്ച സ്ഥലത്ത്. പറയൂ സുധി, ഇന്ന് എന്താണ് അറിയേണ്ടത് സുധി? എന്താണ് ഈ സത്യത്തിൽ ഈ ഒരു കോഴ്സ് എന്താണ്, നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നമ്മുടെ ജോലി എന്താണെന്നുള്ളത് പറയാമോ? ഈ കോഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല്, നമ്മൾ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ ഹൃദയം നിർത്തിവെക്കണം. താൽക്കാലികമായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഒരു ഹാർട്ട് ലങ് മിഷൻ എന്ന് പറഞ്ഞ മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു പെർഫ്യൂഷനിസ്റ്റിന്റെ കറണ്ട് ജോബ്. അതിനൊപ്പം തന്നെ വേറെ കാർഡിയാക് അസിസ്റ്റ് ഡിവൈസായ IAVP, എൽവാഡ് സപ്പോർട്ട്, എക്മോ അങ്ങനെയുള്ള മെഷീൻസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പെർഫ്യൂഷനിസ്റ്റിന്റെ ജോബ്. ഒരു കാർഡിയാക് സർജറി യൂണിറ്റിൽ ഒരു വൈറ്റൽ റോളാണ് പെർഫ്യൂഷനിസ്റ്റിന്റെ. അതുപോലെ തന്നെ വിത്തൗട്ട് പെർഫ്യൂഷനിസ്റ്റ് ഒരു കാർഡിയാക് സർജറി ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സത്യം പറഞ്ഞ ഈ ഒരു കോഴ്സിന് അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ചോട്ടെ, ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല സ്കോപ്പുള്ള കോഴ്സാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തെ അതിന്റെ സത്യാവസ്ഥ പഠിച്ചു കഴിയാൻ ജോലി കിട്ടുമോ എന്നുള്ളതാണ് പലരുടെ ഒരു സംശയം എന്ന് പറയാം. അതിനെപ്പറ്റി എന്താ സാറിന് പറയാനുള്ളത്? ഓക്കെ, ഈ കോഴ്സ് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. കോഴ്സ് നല്ലൊരു കോഴ്സാണ്, നല്ല നോബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, നല്ല ജോബാണ്, നല്ല സാലറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഒരു 6 വർഷം അല്ല 5 വർഷം മുമ്പ് വരെ ഈ കോഴ്സിന് ഡിമാൻഡ് ഉള്ളൂ. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം കാർഡിയാക് സർജറി യൂണിറ്റ് റൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പർപ്പസ് ആണ്. അതുകൊണ്ട് സാധാരണപ്പെട്ട ഒരു ഹോസ്പിറ്റലൊന്നും കാർഡിയാക് സർജറി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. ഇച്ചിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ കാർഡിയാക് സർജറി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഓൾറെഡി കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് 10-25ഓളം സെന്ററുകളുണ്ട്. അവിടെ എല്ലാം കാർഡിയാക് സർജറി നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പെർഫ്യൂഷനിസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പെർഫ്യൂഷനിസ്റ്റിന് ഇപ്പോൾ ജോബ് വേക്കൻസി കേരളത്തിലോ ഇന്ത്യ തന്നെയാണെങ്കിലും വളരെ വിരളമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കാറുണ്ട്, ജോലി കിട്ടുമോ, ജോലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. കാരണം വെച്ചാൽ സെൻട്രലിൽ വേക്കൻസി കുറഞ്ഞ കേസ് ചെയ്യുന്ന സെന്ററിലാണെങ്കിൽ ഒരു വേക്കൻസി ഒരാളെ ഉണ്ടാവുള്ളൂ. ഇനി കുറച്ചുകൂടി കൂടുതൽ ഒരു 10-30 കേസ് ചെയ്യുന്ന സെന്ററിലൊക്കെ ആണെങ്കിൽ മാക്സിമം പോയാൽ 2 ആൾക്കാർ. അത് ഓൾറെഡി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു കേരളത്തിൽ മൊത്തം. അതുകൊണ്ട് കറന്റ്ലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേക്കൻസി ഇല്ല. അതാണ് അവസ്ഥ. പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നല്ല കോഴ്സ് ആണല്ലോ, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല സാലറി, എല്ലാവരും പറയുന്നത് മെയിനായിട്ട് ഭയങ്കര സാലറി മറ്റു കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പിള്ളേർ പഠിക്കാനായിട്ട് കൂടുതൽ എടുക്കുന്ന ഒരു കോഴ്സായി ഇപ്പോഴും BSc Perfusion Technology ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഇനി പഠിക്കണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷൻ, നമുക്ക് ഇതിനെ അഥവാ പഠിച്ചേ തീരും എന്നുള്ളവർക്ക് എന്താ ഇതിനകത്തുള്ള ഒരു പോസിബിലിറ്റി ചാൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഈ കോഴ്സ് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ കോഴ്സിന് ഒരുപാട് വേക്കൻസി യൂറോപ്യൻ കൺട്രീസിലായ കൺട്രീസിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിൽ USA ഉണ്ട് നല്ല ചാൻസുകളുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഡിഗ്രികളോ ഇന്ത്യൻ PGകളോ ഒന്നും അവിടെ വാൾഡ് അല്ല. ഈ കോഴ്സ് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക്, നല്ലോണം പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എബ്രോഡ് പോയി പഠിക്കുകയാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ട്. USA പോയിട്ട് പെർഫ്യൂഷൻ സ്കൂളുകൾ ഒരുപാടുണ്ട്. US-ലും UK-ലും അവിടെയൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നല്ല ചാൻസസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിലെ അവസ്ഥയിൽ, ഇന്ത്യയിലെ അവസ്ഥയിൽ ജോലി സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഒരുപാട് പിള്ളേർ ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഏതെങ്കിലും നല്ല കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കോളേജ് അവർ പ്രിഫർ ചെയ്തിട്ട് വരുമല്ലോ, ആ സമയത്ത് അവർക്ക് എങ്ങനെ നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാം, അഥവാ ഈ ഒരു കോഴ്സ് പഠിച്ചേ തീരൂ എന്നുള്ളവർക്ക് ഇന്ത്യക്കകത്ത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ കോഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ തിയറി വായിച്ച് പഠിക്കുന്ന ഒരു നോളജ് അല്ല. എന്നാലും തിയറി ബാക്കപ്പ് വേണം താനും. പക്ഷെ നമുക്ക് മെയിൻലി വേണ്ടത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ കാർഡിയാക് സർജറി നടക്കുന്ന കേരളത്തിലെ ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ട്, മെഡിക്കൽ കോളേജുകൾ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ പഠിക്കാവുള്ളൂ കേരളത്തിൽ പഠിക്കാനായിട്ട്. കേരളത്തിന് പുറത്താണെങ്കിൽ ബാംഗ്ലൂർ, നാരായണ ഹൃദയാലയ, അങ്ങനെ കാർഡിയാക് സർജറി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഫോർട്ടിൻസ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം വെച്ചാൽ ഈ കോഴ്സ് പഠിക്കേണ്ടത്
കാരണം നമ്മൾ ഒരു ലൈഫ് ആണ് പേഷ്യന്റ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് നമുക്കൊരു എക്സ്പോഷർ ഇല്ലാത്ത ഹോസ്പിറ്റലിൽ പഠിച്ചാൽ നമ്മൾ ഒരിക്കലും ഏബിൾ ആവില്ല. കാരണം നമുക്കൊരു ചുമ്മാ ഒരു ഡിഗ്രി കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും കേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ബിസി ആയിട്ടുള്ള സെന്ററിൽ മാത്രമേ ഈ കോഴ്സ് പഠിക്കാവൂ. ഓക്കെ സാർ, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് പിള്ളേരുടെ സംശയത്തിനുള്ള ഉത്തരമാണ് സാറെന്ന് പറഞ്ഞേക്കുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാറുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി സാധ്യത എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് സന്ദീപ് സാർ പറയുന്നുണ്ട്, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട്, അതായത് USA ഇങ്ങനെയുള്ള കൺട്രീസിൽ പോയതിന് ശേഷം കോഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് സാർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.